ഞാൻ ഒരു 3 iPhone 16 മേടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ പ്രോബ്ലം സോൾവ് ആവും. വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ്, സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് എനിക്കൊരു കിഡിൽ ഐഡിയ ഇട്ടിട്ടുണ്ട് എൻ്റെ അടുത്ത മെയിൻ ചാനൽ വീഡിയോയ്ക്ക് വേണ്ടി. കിഡിലിനൊക്കെ തന്നെ, പക്ഷേ കുറച്ച് മെനക്കേടാണ്. പക്ഷേ കുറേയേറെ ട്രാവലിംഗ് ഇൻവോൾവ് ആണ്. പിന്നെ എപ്പോഴൊക്കെ ഒരാൾക്ക് വരെ 2 പേര് വെച്ച് വീഡിയോ ചെയ്യിപ്പിക്കുക. അപ്പോൾ എനിക്ക് കുറച്ചൊരു കോംപ്ലിക്കേഷൻസ് കൂടും. പക്ഷേ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി എനിക്ക് കുറച്ചേറെ ക്യാമറ, കുറച്ചേറെ മൈക്ക്, 2-3 ക്യാമറമാൻ വേണം. അപ്പോൾ ഇതെല്ലാം കൂടി എങ്ങനെ ഞാൻ മാനേജ് ചെയ്യും എന്നുള്ള ഡൗട്ടിലിരിക്കുവാണ് ഞാൻ ആദ്യം തന്നെ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടി എങ്ങനെ മാനേജ് ചെയ്യും എന്നൊരു ഡൗട്ട്. എന്നാൽ നമുക്കൊന്ന് JMB ആയിട്ടും ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളുടെയൊക്കെ കുറച്ചായിട്ട് പറയാം എങ്ങനെയാണ് ഇത് ചാലഞ്ച് നടക്കാൻ പോകുന്നതാണ്. ഫുള്ളും പറയത്തില്ല, ഫുള്ളും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ ഐഡിയ അല്ല, പലവട്ടമുള്ള ഐഡിയ ആണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് വേണ്ടത് അറ്റ്ലീസ്റ്റ് 2 സ്ട്രേഞ്ചേഴ്സ് വേണം. ഓക്കെ. എടാ അതിൻ്റെ ഓപ്പറേഷൻ പിന്നെ ചെയ്യാം. 2 സ്ട്രേഞ്ചേഴ്സ് വേണം. പിന്നെ ഇതൊരു റേസ് ആയിരിക്കും കേട്ടാ. റാൻഡം ഒരു ലൊക്കേഷനിലോട്ട് നമ്മൾ പിന്നെ ഇറങ്ങി ആ ലൊക്കേഷനിലോട്ട് ആദ്യം എത്തണം. ഫ്രഷ് ആണ്. ഒരാളുടെ കൂടെ നീ കാണും, ഒരാളുടെ കൂടെ ഞാൻ കാണും. നിനക്കൊരു ക്യാമറയും കാണും, എനിക്കൊരു ക്യാമറയും കാണും. എനിക്ക് സ്പെഷ്യൽ ക്യാമറ എന്നിട്ട് അത് കേട്ട് ആരാദ്യം എത്തുന്നു അവർക്ക് ഒരേ 1-2-3 ചാലഞ്ച് ഉണ്ട്. ഈ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യണം. കാറിലൊന്നും അല്ല, കാറിലല്ല വെച്ചാൽ പല മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ എല്ലാം ഫ്രഷൊക്കെ തന്നെയാണ്. കേരളത്തിൽ ചെയ്തിട്ടില്ലല്ലോ, കണ്ടിട്ടുള്ളതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞ ക്യാമറക്കകത്തുള്ള വീഡിയോ ഒക്കെ തന്നെ, ഇല്ലാത്ത വീഡിയോ ഒന്നും അല്ല. നീ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ തൽക്കാലം ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാബോട്ടാജും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അവർക്ക് കുറച്ച് ഇഷ്യൂസൊക്കെ ഓട്ടത്തിനിടക്ക് ഉണ്ടാക്കാനുള്ള ടാസ്കും ഉണ്ട്. ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് നിങ്ങൾ വേണേൽ എന്തെങ്കിലുമൊക്കെ ഒബ്സ്റ്റിക്കിൾസ് ഇടാൻ പറ്റും. അവരുടെ നീ കമ്പീറ്റ് ചെയ്യുന്നവരുടെ അങ്ങനെയുള്ള ഒബ്സ്റ്റിക്കിൾസ് ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. രണ്ടുപേരും ഒരേ സമയത്ത്. ബഡ്ജറ്റ് കൊടുക്കത്തെ എത്ര പേര് ടോട്ടൽ? 2 ക്യാമറമാൻ, 2 ആൾക്കാർ, 6 പേരോ? കുറച്ചേറെ ഉണ്ട്. ഇപ്പൊ ഇതാണ് ഐഡിയ. നിന്നെ കൊണ്ട് പറ്റുക ഒരാളെ മാനേജ് ചെയ്യാൻ? അതൊക്കെ പറ്റും. നല്ലൊരാളെ പിടിച്ചാൽ നീ മാനേജ് ചെയ്യുക. അതൊക്കെ വീഡിയോക്കകത്ത് പറഞ്ഞോളാം ഞാൻ. എനിക്ക് കിട്ടുമോ? നിനക്കൊന്നും കിട്ടത്തില്ല. നിനക്ക് വീഡിയോ വരാൻ പറ്റുന്ന അത്രേ ഉള്ളൂ. നിനക്ക് വീഡിയോ വരാൻ പറ്റുന്നത്. അതുകൊണ്ട് സംതൃപ്തിപ്പെട്ടെങ്കിൽ പെട്ടാൽ മതി, അല്ലെങ്കിൽ നീ അവിടെ ഇരുന്നോ. പാർട്ടിസിപ്പേറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല, സംതൃപ്തി മാത്രമേ ഉള്ളൂ. എത്ര ദൂരം എന്നൊക്കെ അവർ അറിയുന്നതൊക്കെയല്ലേ. ഇപ്പൊ എന്തായാലും നീ അവിടെ ഇരി. ഇതാണ് എന്റെ ഐഡിയ. ആലപ്പുഴ നമ്മൾ കൗണ്ട് ചെയ്തില്ല. എടാ എന്ത് വെള്ളം വരാം, തിരുവനന്തപുരം വന്നാലോ? ആണോ? എവിടെയെങ്കിലും വരും, മനസ്സിലാക്കിയാ മതി. അപ്പൊ ഇതിനു വേണ്ടിയുള്ള ചാലഞ്ചൊക്കെ നീ എഴുതിയിട്ടേക്ക് കേട്ടാ. ഇതൊക്കെ എത്ര ഓരോന്ന് വെച്ചാൽ നിങ്ങളെ ബെനിഫിറ്റ് ചെയ്യുന്ന ആ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിന് ഗുണം ഉണ്ടാവും. അത് ഒരു 8 എണ്ണം. പിന്നെ 8 എണ്ണം കേരളം അത്ര ഇല്ലെണ്ണ. 8 എണ്ണം സാബോട്ടാജ് ചെയ്യുന്നത് ഒരു 8 എണ്ണം. കേരളം അത്ര ഇല്ല. 8 എണ്ണം കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പോകുന്നതായിരിക്കും. സാബോട്ടാജ് ചെയ്യുന്നത് 8 എണ്ണം. സാബോട്ടാജ് 8 എണ്ണം പറ്റുന്നില്ല. സാബോട്ടാജ് ചെയ്യുന്നത് 8 എണ്ണം. 4 എണ്ണം സാബോട്ടാജ് ചെയ്യുന്നത് 8 എണ്ണം. പിന്നെ അത് നമുക്ക് നോക്കാം. പിന്നെ സില്ലി എന്നും പറഞ്ഞ അതും ഇതൊക്കെ എന്ത് പറ്റാൻ പോകുന്നൊരു കാർഡ്, അതിന് 4 എണ്ണം. എത്ര ചാലഞ്ച് ഡിസൈഡ് ചെയ്ത്? 4 അല്ലെങ്കിൽ 5 എണ്ണം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നടക്കുക 4 ടാസ്കും മറ്റേത് 5 എണ്ണം. ബാക്കി ഞാൻ ചെയ്തു തരണം. ബാക്കി ഞാൻ ചെയ്തോളാം. പറഞ്ഞിടത്ത് എനിക്ക് ശമ്പളം ചെയ്യുന്നത്. ഞാൻ ഫ്രീ ആയിട്ട് ചെയ്യുമല്ലേ ഇത്. സമയം എടുക്കും. നമുക്ക് ആ പൈപ്പ് ഒന്ന് മേടിക്കാൻ പോവാ. ദേ കാണിച്ചൊന്ന് ബൈക്കിലോട്ടിരി ആ പൈപ്പ് മേടിക്കാൻ. ഇവിടെ ഒരു പൈപ്പ് കിട്ടണം. കുറെ ടാങ്ക് ഇരിപ്പോണ്ട് ഒരു പൈപ്പ് കിട്ടിയാൽ മതി. ഇത് മതിയെന്ന് തോന്നുന്നു. എത്രയാടാ പൈപ്പ്? ഇത് 40, ഇത് 20, ഇത് 35, ഇത് 25. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരെണ്ണം മേടിക്കും. ഇത് വലിയ 25 രൂപയുള്ളൂ. മറ്റേത് 40 രൂപയുടെ കുറച്ചൊരു കട്ടിയാ. വണ്ടി കയറിയാലും കുഴപ്പമില്ല. പക്ഷെ ഇത് മതിയടേ. ഇതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ വണ്ടി ഒന്നും കയറുന്ന ഒരു അവസരം വരത്തില്ല. വെണ്ടായ പൊട്ടത്തൊന്നുമില്ല. വെണ്ടായ പൊട്ടത്തില്ലടാ. ഇല്ലടാ. 300 രൂപ ഡിഫറൻസില്ലേ. അപ്പൊ അതന്നെ എടുത്തേക്ക്. ഇത് 800 രൂപയാണ്. 300 രൂപയുടെ ഇതാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നീ ഹെൽപ്പ് ചെയ്ത് കുറച്ചൊരു കൂട്ടി തന്നു. ഈ സിങ്ക് ഉള്ളല്ലോ, ബ്ലാക്ക് സിങ്ക്. ഇനിയുണ്ടല്ലോ വേറെ അവിടെ ഇവിടെ ഇനിയും സാധനങ്ങളുണ്ടല്ലോ. ഇത് വെള്ള സിങ്കാണ്. വീട്ടിന്റെ പരിസ്ഥിതി ഞാൻ ചെയ്യുന്നില്ല. അപ്പൊ എന്റെ ഇതൊക്കെ നോക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. സിങ്ക് എടുക്കുമ്പോൾ ഏറ്റവും വില കൂടിയത് തിളങ്ങുന്ന എടുക്കണം. ഛർദിച്ച് അങ്ങനെ വൃത്തിയാണ് കാണാൻ. കൊമോഡ് തന്നെ. കൊമോഡ് കിടിലും കൊമോഡ് ഇരുന്ന പറയുമ്പോ ഇത് യൂസ് ചെയ്ത് നോക്കാൻ പറ്റും നിങ്ങൾക്ക്. ആദ്യം
ഇട്ട് നോക്കുക. ഓക്കെ, ടെസ്റ്റ് ചെയ്തിട്ട് എടുക്കാറുണ്ട്. അത് ആൾക്കാർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. നമുക്ക് പൈപ്പ് മേടിച്ചിട്ടുണ്ട്. 18 മീറ്റർ മതിയായിരുന്നു, 20 മീറ്റർ എടുത്തേച്ച്. കുറച്ച് ലാഭിക്കായിരുന്നു. പക്ഷെ JMBയുടെ ഈ കൈക്കടത്ത് കയറ്റം കാരണം ഞാൻ 300 രൂപ എക്സ്ട്രാ കൊടുത്തു. ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി. എടാ അതെന്തിനാ തലയുടെ ഉപദ്രവം ഇടുന്നത്? ഓൾറെഡി ഇത് കിട്ടിയില്ല. നമ്മള് 800 രൂപയുടെ പൈപ്പ് മേടിച്ചിട്ടുണ്ട്. ആൾക്കാർ കേട്ടെന്ന് അത് വെച്ച് നോക്കി കറക്റ്റ് വരുന്നുണ്ടായില്ലെന്ന്. ചരിച്ച് മാറ്റി ഒടിച്ച് കളയരുത്. ടൈറ്റായിട്ട് കൂരി പോവും അത്. പിന്നെ എങ്ങനെ ടൈറ്റ് ആക്കുന്ന? കെട്ടി വെക്കണ? ഇവിടെ കുറച്ചുകൂടെ പിടിച്ചോണ്ടിരുന്നാ പിടിച്ചിട്ട് മതിയാ? അത് പിടിച്ചോടിക്കാതെ പൈപ്പ് തിരി പിടിച്ച് നീ ഡെയിലി 6 മണിക്ക് ഇവിടെ കുനിഞ്ഞ് പിടിച്ചോണ്ടിരി. വെറുതെ അവിടെ ആയിട്ടൊരു കടയാണ്, അവിടെ പോയി മേടിക്കാം. ഈ കട കാണുമോ? ഇത് വെച്ച് കാര്യം നടക്കുവാൻ നമുക്ക് നോക്കാം. ടൈറ്റ് കയറ്റ്. ടൈറ്റ് ആണ് ഇത്. വീട് വരെ എത്തുന്നുണ്ടോ നോക്കട്ടെ. വേറെ അവിടെ പിടിച്ചു വെക്കും കുറച്ച്. ഇനി വെള്ളം നിറയണോ കിടന്നു. ഇനി ഒരു കാര്യം ചെയ്താൽ മതി, ഒരു വലിയൊരു ഡ്രം മേടിക്കണം, അവിടെ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാം. ഇതിനകത്ത് ആളെ തപ്പുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന റോഡിൽ നിന്നൊക്കെ തപ്പി വരുമ്പോൾ ഈ വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. അതിനെക്കാട്ടും നല്ല ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാം. അതിനകത്ത് റിപ്ലൈ അനുസരിച്ച് നമുക്ക് 1, 2 പേര് മതിയില്ല, 2 പേരെ സെലക്ട് ചെയ്യാം. 4 പേരെ ചെയ്യണമെന്ന് എനിക്കുണ്ട്. ഇതിനകത്ത് ഈ വീഡിയോക്ക് അതൊരു 100-നെയൊക്കെ ആഡ് ചെയ്യണമെന്നൊക്കെ എനിക്കുണ്ട് കേട്ടോ. പക്ഷേ 2 പേര് റേസ് ചെയ്യുന്ന ഹണ്ടറും ഉണ്ട്. ഹണ്ടറെ നിങ്ങളെ റേസ് ചെയ്യുന്നവരെ കണ്ടുപിടിച്ച് പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾക്ക് കിട്ടേണ്ട പൈസക്കാരുടെ പകുതി പൈസ അവരെടുക്കും. 100-നൊക്കെ കൊടുക്കുന്ന ഡെഡിക്കേഷൻ ആയിരിക്കും. 100 ഒന്നും വേണ്ട. 100 വെക്കണമെന്നുണ്ട്. പക്ഷേ കേരളം ചെറുതാണ്. 100 എന്നൊക്കെ എപ്പോ പൊട്ടനെ പോലെ കണ്ടുപിടിക്കും. 100-നുള്ള 2 ദിവസം നല്ല ഇഷ്യൂ. 100-നെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കൂടെ നടക്കാനുള്ള ക്യാമറമാൻ ഇല്ല എനിക്ക്. പിന്നെ അതിന് ഇനിയും ക്യാമറാസ് വേണം, മൈക്ക് വേണം. ഓൾറെഡി ഇപ്പം 4 ക്യാമറ 4 മൈക്കൊക്കെ വേണം. ബിഗ് ബഡ്ജറ്റ്. അർജുനമ്പി എണ്ണ സുമാവാ. അപ്പൊ ഇതിനകത്തൊക്കെ ആൾക്കാർ വേണം നോക്കി. എന്താ ബാഹുബലിയുടെ സിനിമ എടുക്കുന്നത്? 4 ക്യാമറ 4 ഇത് എല്ലാവരോട് കളഞ്ഞു നീ മതിയായ. ഇത് മെയിൻ കുഴപ്പമെന്ന് വെച്ചാൽ ഇതെല്ലാം റേസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ലേ, അവിടെ തിരിച്ച് വീട്ടിലെങ്ങനെ വരും? പാക്കപ്പ് പറയുന്നത് അത്രേ ഉള്ളൂ. ബാക്കപ്പ് പറഞ്ഞ വീട്ടിലെത്തുക. പാക്കപ്പ് പറഞ്ഞാ മതി. പാക്ക് കണ്ടിട്ടില്ലേ സിനിമയിലൊക്കെ? പാക്കപ്പ് പറയുമ്പോ പിന്നെ അറിയുന്നില്ല. നീ നിന്റെ ഭാഗം കറക്റ്റായിട്ട് ചെയ്യുക. എന്താടാ എന്താ? ഞാൻ ജിമ്മിൽ പോവുക. ആഹാരം കുറച്ച് കയറി അച്ഛൻ തന്നതല്ലേ നിനക്ക്? പുറത്തോട്ട് ഓടിക്കോ. അറിയാം അപ്പം എല്ലാം. ഇത്ര വരുന്നുള്ളൂ, കൂടുതൽ വരുന്നില്ലേ? ഞാൻ സൈക്കിൾ എടുത്തിട്ട് പുറത്ത് വന്നപ്പോൾ ഇല്ലേ, കണ്ട ഫുഡ് കഴിച്ചിട്ട് പോലും ഇല്ല. അതിനു മുമ്പ് സ്ഥലം കാലിയാക്കി അവിടെ കൂടി പോയി. ഏതപ്പം ഇത് ക്യാമറ ഒരു സീനാവാൻ കേട്ടാ. എന്നുവെച്ചാൽ DSLR-ഉം മിറർലെസ് ഒന്നും എനിക്ക് വേണ്ട. അത് പിന്നെ റിസ്ക് ആണ്. വെച്ചാൽ എപ്പോഴും എൻ്റെ കയ്യിൽ എൻ്റെ ചുറ്റുവട്ടം മാത്രമല്ലല്ലോ ക്യാമറ ഇരിക്കാൻ പോകുന്നത്. വേറെ ഇപ്പോൾ JMB കൊണ്ടുപോകുമ്പോൾ ആ JMB കൊണ്ടുപോകുമ്പോൾ അവൻ്റെ കൂടെയും പോകും. അപ്പം അത് താഴെ വല്ലതും വീണ് കഴിഞ്ഞാൽ അവന് കൊടുക്കുന്ന നഷ്ടം എനിക്ക് കൊടുക്കേണ്ടി വരും. അതിനെക്കാട്ടും നല്ലത് iPhone ആകുമ്പോൾ കുറച്ചുകൂടി മെച്ചമാണ്. അതിന് വാറണ്ടിയൊക്കെ ഉണ്ടല്ലോ, അവന്മാർ വെക്കുന്നതൊക്കെ വാറണ്ടി വെച്ചായിരിക്കും. അപ്പോൾ ഒരാളുടെയൊക്കെ ഓൾറെഡി ചോദിച്ച്, അവൻ്റെ ഒരു iPhone ഉണ്ട് വാടകയ്ക്ക്. പക്ഷേ ഇനി 2 കൂടി വേണം, 4 വേണം. ബാറ്ററി തീരുമ്പോൾ അപ്പോൾ തന്നെ മാറ്റണ്ട്, അല്ലെങ്കിൽ പിന്നെ ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. പിന്നെ മൈക്കും അതിൻ്റെ 2 ഉണ്ട്, എനിക്ക് 3 വേണ്ടത്. പിന്നെ വേറെ വല്ല കടയിലോട്ട് നോക്കട്ടെ, വേറെയും കട കിട്ടുമായിരിക്കും, അവിടെ വെച്ച് നമുക്ക് എടുക്കാം. ഇത് ഡേ 97 ഓഫ് 100 days കാർണിവറസ് ഡയറ്റ് ബോഡി ട്രാൻസ്മിഷന്റെ വീഡിയോ ആണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ മെയിൻലി ചിക്കൻ കഴിക്കുന്നതുകൊണ്ട് അതിന്റെ ഒരു തളർച്ച എനിക്ക് ഫീൽ ആവുന്നുണ്ട്. ചിലപ്പോൾ ചിക്കന്റെ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ബട്ടർ ഒന്നും കഴിക്കാത്തതായിരിക്കും. പുള്ളപ്പിനൊക്കെ ഒടുക്കത്ത് ഇമ്പ്രൂവ്മെന്റ് ആകട്ടെ. എനിക്കിപ്പോൾ ചെസ്റ്റിന്റെ പൊക്കത്തോട്ട് എനിക്ക് പുള്ളപ്പ് ചെയ്യാൻ പറ്റും. എന്റെ ആഗ്രഹം ബെലി ബട്ടൺ വരെ കൊണ്ടുപോകാനാണ് ഒരു ദിവസം. ഞാൻ ഇത് കഴിഞ്ഞപ്പോൾ ഒന്ന് വെയിറ്റഡ് പുള്ളപ്പ് നോക്കിയായിരുന്നു, 50 കിലോയുടെ. 50 കിലോ ഓൾറെഡി ഞാൻ ടയർഡ് ആണ്. 50 കിലോ എന്നെ കൊണ്ട് പൊങ്ങിയാന്ന് ചോദിച്ചാൽ ഇല്ല, ഞാൻ അവിടെ വെച്ചേച്ച് കുറച്ച്. പുറത്തെ മസിലപ്പ് അറിയാൻ ഒടിച്ചുകൊണ്ട് എന്നാലും അകത്തിയാ മസിലപ്പ് ചെയ്യാൻ നോക്കി, പക്ഷെ അത് പറ്റുന്നില്ല. ഇതിന്റെ ഗ്രിപ്പ് ഒടുക്കത്ത് നാരോ ആയതുകൊണ്ട് എനിക്ക് ബാൻഡ് ഇട്ട് പോലും ഞാൻ പൊങ്ങുന്നില്ല, അതാണ് വിറ്റ്. പിന്നെ ഒരു യൂഷ്വൽ ഹ്യൂമൻ ഫ്ലാഗ് ആണ്. ഹ്യൂമൻ ഫ്ലാഗിന് ഇപ്പൊ നല്ല പ്രോഗ്രസ് ഉണ്ട്, എനിക്ക് കുറച്ച് നേരമൊക്കെ ഹോൾഡ് ചെയ്യാനും പറ്റും. എന്ത് ചെയ്യാനല്ല. അടുത്ത സിംഗിൾ ലെഗ് പ്രസ് ആയിരുന്നു, കുറെ നാളുകൾക്ക് ശേഷം ചെയ്യുന്നത്. ഇത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പാടാകട്ടെ. എന്റെ വെയിറ്റ് നല്ലതായിട്ട് കുറഞ്ഞു, ഇപ്പൊ 5 കിലോ കുറഞ്ഞ് ഞാൻ ഇപ്പൊ 82 കിലോയിലായിരിക്കുന്നത്. എന്തായാലും ഈ 100 ദിവസം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ എന്റെ ഹാർട്ട് സ്കാനും ECGയും എന്തൊക്കെ ആവശ്യമുണ്ട് അതെല്ലാം ചെയ്യുന്നതാണ്. ഈ 100 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു ചാലഞ്ച് തുടങ്ങാം കേട്ടോ. എന്നെ എനർജി ഫുള്ളും ഡൗൺ ആയി കേട്ടോ. എനിക്കൊന്ന് കുറച്ച് ദിവസം അടുപ്പിച്ച് ചിക്കൻ കഴിച്ചുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ബട്ടറും ചീസും ഒന്നും കുറച്ച് കഴിക്കുന്നുണ്ടായിരിക്കും. ബട്ടറും ചീസൊക്കെ കുറച്ച് കഴിക്കുന്നത്, അതുകൊണ്ടും ആയിരിക്കും. ഇപ്പോൾ എന്തായാലും എനർജി കൊടുക്കുന്നത് ഡൗൺ ആയിരുന്നു. എന്നിട്ട് ഞാൻ എങ്ങനെയെങ്കിലും പതുക്കെ ഇരുന്ന് ഫുൾ എക്സസൈസ് ചെയ്ത് തീർത്തു. ഇനി 2 ദിവസം കൂടി, മറ്റന്നാളാകുമ്പം തീരും. iPhone വാടകയ്ക്ക് കിട്ടുന്ന ഏതെങ്കിലും കടയുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ പറ. ഒരെണ്ണം ഓൾറെഡി സെറ്റാക്കിയിട്ടുണ്ട്, ബാക്കി 2 കൂടി വേണം. എന്തായാലും നിങ്ങൾ കമൻസിൽ പറ, എനിക്ക് നല്ലതെന്ന് തോന്നുകയാണെങ്കിൽ അവിടെ നിന്ന് ഞാൻ പൊക്കാൻ നോക്കാം. അച്ഛൻ എപ്പോഴും ഒരു കഥ അടച്ചിടും, എന്തിനാണെന്നറിയത്തില്ല. ഒറ്റടി കാറിൽ ഓടി കയറാതിരിക്കാൻ അറിയത്തില്ല. എന്താണ് ഓടി വരുന്നത് എൻ്റെ അടുത്തോട്ട്? അച്ഛനോട് അവിടെ കട്ടിൽ കിടക്കുമല്ലോ നീ. മീ മീ
വാങ്ങിക്കോട്ട്. നീ ഇത് ഫുള്ളും കഴിക്കത്തില്ലെന്ന് എനിക്കറിയാം കേട്ടോ, വെറുതെ നിനക്ക് ടേസ്റ്റ് ചെയ്യാനാ. നിങ്ങൾ എന്ത് ചെയ്യുന്നത് എൻ്റെ റൂമിനകത്ത്? ഇറങ്ങി പൊക്കി അങ്ങോട്ട്. ഏത് ബോക്സ് കണ്ടാലും കയറണം. ഞാൻ കുറച്ചായിട്ട് വരും, ഇവിടെ കണ്ട ജാഗ്രത. ഗൈസ് ഞാൻ കുളിച്ചു കേട്ടോ. എനിക്ക് എന്തുവാണ് പുറത്തുനിന്ന് കഴിക്കാൻ താല്പര്യമില്ല, എന്നിട്ട് എനിക്ക് കഴിക്കേണ്ടി വരുന്നത് എന്തുവാണ്. ഇപ്പോൾ എന്നാലും ഫുഡ് ഓർഡർ ചെയ്തു പൊട്ടിപ്പോര്. എനിക്ക് ഒരു താല്പര്യമില്ല കഴിക്കാൻ. ഞാൻ രാവിലെ പോയിട്ട് ഇറച്ചി മേടിക്കാത്തതിൻ്റെ ഒരു കുഴപ്പമായത്. ഞാൻ എഴുന്നേക്കില്ലടേ, എനിക്ക് കൊടുക്കുന്ന വർക്ക് കൂടുന്നു. ഇപ്പം അവരെ ഐഫോൺ എങ്ങനെ ഒപ്പിക്കുന്നു നോക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ കോളിൻ്റെ മുഖത്ത് കോളാം. എന്തിനാ ഡെലിവറിക്കാരൻ എൻ്റെ അടുക്ക് ഈ ഫുഡിൻ്റെ പ്രൈസ് ചോദിച്ചെന്ന് അറിയത്തില്ല. ഞാൻ പിന്നെ പറഞ്ഞു കൊടുത്തേ. നീ എന്തിനാ ഇവിടെ വയ്ക്കുന്നത്? കിട്ടാനാ എന്ത് പട്ടിയാണോ? എല്ലാം എഴുതി വെച്ചിട്ടുണ്ടോ? ചാലഞ്ച് ടാസ്ക് എല്ലാം എഴുതി വെച്ചോ? ആണോ? ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഞാൻ ഇപ്പോഴും എൻ്റെ ഐഫോൺ ഹണ്ടിലാണ്. കോളിൻ്റെ പൊക്കത്ത് കോൾ അടിച്ചോണ്ടിരിക്കും. ഇത് നോക്കിക്കേ, ആ തലവണയുടെ പൊക്കത്ത് തലവണ കവറില്ലെന്നും പറഞ്ഞ് അമ്മ എൻ്റെ ടീഷർട്ട് വലിച്ചു കയറ്റി. കവറില്ലാഞ്ഞിട്ട്. ഇത് ഷേപ്പ് വ്യത്യാസമല്ലേ എൻ്റെ. എങ്ങോട്ട് ഓടിപ്പോവാ? ഞാൻ ഗ്യാരണ്ടി പറയാം, അമ്മ കവർ എടുക്കാൻ പോയിരിക്കും. അമ്മയുടെ അന്തസ്സിന് കൊണ്ടത് കവറുണ്ട്, വല്ല എവിടെ അടച്ചു വെച്ചിരിക്കുമായിരിക്കും. അതിന് പൊടി കാരണം ഞാൻ തുമ്മും. ഇതൊന്നും ഇവിടെ രണ്ടമ്മ മതി മതി, കവർ കുറെ ഉണ്ട്, പക്ഷെ ഇതല്ലേ ഞാൻ തുമ്മും. അപ്പൊ കഴുകിയിട്ടില്ലല്ലോ, അതാ കുഴപ്പം. കഴുകി വെച്ചിരിക്കുന്നു. ഇനി ഒരു കഴുകിയിട്ട് വെച്ചാ മതി തൽക്കാലം. കൊതുകടി കൊള്ളാൻ വേണ്ടി രണ്ടുപേരും വന്നിരിക്കുവാണ് ഇവിടെ. എന്താടാ ചിക്കനായിട്ട് വരുന്നത് എൻ്റെ അടുക്ക്? എനിക്ക് ചിക്കനൊന്നും വേണ്ട. നിനക്കൊരു ചിക്കൻ പീസ് നീ വേണമെന്ന് ചോദിച്ചാൽ അന്ന് ഇനി എച്ചിലോണ്ടിരാണ് എനിക്ക്. നീ കഴിച്ചു അങ്ങോട്ട്, കളയണ്ട. ഞാൻ ഇപ്പൊ വാഴയൊക്കെ ഇരിക്കും, എനിക്ക് വേണ്ട. ഞാനൊരു 3 iPhone 16 മേടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ പ്രോബ്ലം സോൾവ് ആവും. വീട്ടിൽ എന്തായാലും എനിക്ക് മാത്രമേ ഐഫോൺ ഉള്ളൂ. എന്ന് വെച്ചാൽ എൻ്റെ അനിയന് മേടിച്ചതായിരുന്നു. ഇപ്പോൾ എൻ്റെ വ്ളോഗ് തുടങ്ങിയപ്പോൾ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. 3 പേർക്കും ഒരു ഐഫോൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മുമ്പിലോട്ടുള്ള ഈ ചാലഞ്ച് വീഡിയോസിനൊക്കെ പിന്നെ വാടകയ്ക്ക് എടുക്കണ്ട. എങ്ങനെയുണ്ട് ഐഡിയ? ഐഡിയ കൊള്ളാം, അതെനിക്ക് പറയാം, നിനക്കും അറിയാം. 4.5 ലക്ഷം രൂപ ആരും കൊടുക്കും എന്നുള്ള ഒരു ഡൗട്ട് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ എനിക്ക് ഈ മാസം മേടിക്കാം, പക്ഷേ നോ 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 എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കാറുണ്ട്. പിന്നെ അതല്ലാതെ എഡ്യൂക്കേഷൻ ലോണും ഉണ്ട്, പിന്നെ അമ്മയ്ക്കും കുറച്ച് പൈസ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ മാസം വരത്തില്ല, അടുത്ത മാസവും എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കാറുണ്ട്. So technically speaking, I can't buy the iPhone even though I can buy the iPhone. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമുക്ക് നാളെ കാണാം. Till then, take care. Peace.